നമസ്കാരം, എല്ലാവർക്കും രാമായണ കഥാമൃതത്തിലേക്ക് സ്വാഗതം. ഇന്ന് രാമായണത്തിൽ രാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നുള്ളവരിൽ അധികം ചർച്ച ചെയ്യപ്പെടാത്തതും എന്നാൽ അധികം ചർച്ച ചെയ്യേണ്ടതുമായ ഒരു കഥാപാത്രമായ ശത്രുഘ്നെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ദശരഥ മഹാരാജാവിൻ്റെ 4ാമത്തെ പുത്രൻ. അദ്ദേഹത്തിൻ്റെ ജീവിതം ഭരതനുമായിട്ട് ബന്ധപ്പെട്ടാണ് കൂടുതൽ കിടക്കുന്നത്. രാമനോട് ലക്ഷ്മണൻ ചേർന്നതുപോലെ ഭരതനോട് ചേർന്നാണ് ശത്രുഘ്നൻ നിലകൊള്ളുന്നത് എന്ന് കാണാം. ഭക്തിയും ആദരവും സ്നേഹവുമാണ് ഈ കഥാപാത്രത്തിൻ്റെ അടിസ്ഥാന ഗുണമായിട്ട് വരുന്നത്. പേരും പ്രശസ്തിയും ആഗ്രഹിക്കാതെ ഭരതനോടൊപ്പം ചേർന്ന് രാമൻ്റെ കാലടികളെ പിന്തുടരുന്ന ജ്യേഷ്ഠ സ്നേഹമുള്ള ഒരു കഥാപാത്രം. പുരാണത്തിൽ 2-3 സന്ദർഭങ്ങളിൽ മാത്രമാണ് രാമായണത്തിൽ ശത്രുഘ്നൻ്റെ പേരെടുത്ത് പറഞ്ഞ് കഥ പറയുന്നത്. അതിലൊന്ന്, രാമൻ സീതാസ്വയംവരം നടത്തുന്ന സന്ദർഭത്തിൽ കുശധ്വജൻ്റെ, അതായത് 4 മക്കൾ ദശരഥന്, അതുപോലെ തന്നെ ജനകനും കുശധ്വജനും കൂടി 4 പെൺകുട്ടികൾ. അതിൽ ജനകൻ്റെ മക്കളായിട്ടുള്ള സീതയെയും ഊർമിളയെയും രാമനും ലക്ഷ്മണനും വിവാഹം കഴിക്കുമ്പോൾ ഭരതനും ശത്രുഘ്നനും കുശധ്വജൻ്റെ പെൺമക്കളായിട്ടുള്ള മാണ്ഡവിയെയും ശ്രുതകീർത്തിയെയുമാണ് വിവാഹം കഴിക്കുന്നത്. ഈ വിവാഹം കഴിച്ച് കൊട്ടാരത്തിലേക്ക് ഇവർ കൊണ്ടുവരുന്ന സന്ദർഭത്തിൽ 4 പേരും ഒന്നിച്ചാണ് വരുന്നത്. ഈ സന്ദർഭങ്ങളിലൊന്നും ഈ ശത്രുഘ്നെ കുറിച്ച് വലിയ രൂപത്തിൽ രാമായണത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ദശരഥൻ മരിക്കുന്ന സന്ദർഭത്തിൽ കേകയ രാജ്യത്ത് ഭരതനോടൊപ്പമായിരുന്നു ശത്രുഘ്നൻ. എന്നാൽ അവിടെ നിന്ന് മടങ്ങി വന്ന് അച്ഛൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്ത് ആ കർമ്മങ്ങൾക്ക് ശേഷം മന്ധരയാണ് തൻ്റെ അച്ഛൻ്റെ മരണത്തിന് കാരണമായെന്നും അമ്മ കൈകേയിയെ ഉപദേശിച്ചത്, നേർവഴി വിട്ട് നടക്കാൻ ഉപദേശിച്ചെന്ന് പറഞ്ഞപ്പോൾ മന്ധരയുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് വലിച്ചിഴച്ച് ആക്രമിക്കുന്നത് ഈ ശത്രുഘ്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ശത്രുഘ്നെ സംബന്ധിച്ച് ഋപുദമാൻ എന്നൊരു പേര് കൂടിയുണ്ട്. ഋപുദമാൻ, ശത്രുക്കളെ നിഗ്രഹിക്കുന്നവനെന്നാണ് ആ വാക്കിനർത്ഥം. അപ്പോൾ ആ സന്ദർഭത്തിൽ രാമന് സ്ത്രീകളെ ആക്രമിക്കുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഭരതൻ ഇടപെട്ട് ആ മന്ധരയെ രക്ഷിക്കുകയാണ്. ഈ സന്ദർഭത്തിലാണ് ശത്രുഘ്നെ കുറിച്ച് ആദ്യം വിശദമായിട്ട് പ്രതിപാദിക്കുന്നത്. അതിനുശേഷം ഈ വിവാഹം ഒക്കെ കഴിഞ്ഞു, സീത അന്വേഷണം കഴിഞ്ഞു, സീതയെ തിരികെ രാമൻ്റെ അയോധ്യയിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ രാമനുമായിട്ട് സസുഖം വാഴുന്ന സന്ദർഭത്തിൽ രാമൻ സീതയെ ഉപേക്ഷിക്കുന്നു. ആ ഉപേക്ഷിച്ച അതിനുശേഷം രാമൻ വളരെ നിരാശയിൽ കഴിയുന്ന സന്ദർഭത്തിൽ ലവണാസുരൻ എന്ന് പറയുന്ന ഒരു അസുരൻ ഈ യമുനാ നദിയുടെ തീരത്തുള്ള ചവന മഹർഷിയെയും മറ്റും ആക്രമിക്കുകയും അവരെയൊക്കെ നിരന്തരം ശല്യപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന് വന്ന് അവരെ ഈ വിഷാദപരവശനായ സീതയെ ഉപേക്ഷിച്ചതോടുകൂടി വിഷാദപരവശനായ ദുഃഖത്തിലാണ്ടിരിക്കുന്ന രാമനോട് പരാതി പറയുന്നു. ആ സന്ദർഭത്തിൽ രാമൻ ഈ ലവണാസുരനെ വധിക്കുവാൻ വേണ്ടിയിട്ട് നിയോഗിക്കുന്നത് ഈ ശത്രുഘ്നെയാണ്. അതിൻ്റെ കാരണം രാമൻ പറയുന്നത്, സീതാന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് എന്നോടൊപ്പം ലക്ഷ്മണൻ യുദ്ധം ചെയ്ത് അത് വളരെയധികം കഷ്ടപ്പെട്ടിരിക്കുന്നു. ഭരതനാവട്ടെ നന്ദിഗ്രാമം ഭരിച്ച് അവിടെ താമസിച്ച് കഷ്ടപ്പെട്ടിരിക്കുന്നു. ശത്രുഘ്ന് അങ്ങനെ ഒരു കഷ്ടപ്പാടില്ലായിരുന്നു എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടാതെ അറിയാതെ പോയ വലിയൊരു സത്യം ഉണ്ട്. ഭരതൻ 14 വർഷം നന്ദിഗ്രാമിൽ രാമൻ്റെ പാദുകവും വെച്ചുകൊണ്ട് ഭരിക്കുന്ന സന്ദർഭത്തിൽ അയോധ്യ ഭരിച്ചത് ശത്രുഘ്നാണ്. ഇത് രാമായണത്തിൽ വലിയ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നൊരു കാര്യമാണ്. അയോധ്യയിലെ ജനങ്ങളെ മുഴുവൻ വിശ്വാസത്തിലെടുത്ത് അയോധ്യ നിവാസികൾക്ക് ഒരു പ്രശ്നവുമില്ലാതെ പൗരാവലിയുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ശത്രുഘ്നൻ മികച്ച ഒരു ഭരണാധികാരിയായിട്ട് മാറുന്നു. ആ 14 വർഷവും അയോധ്യ ഭരിക്കുന്നത് രാമനോ
ഭരതനോ ലക്ഷ്മണനോ അല്ല, ശത്രുഘ്നാണ്. എന്നാൽ ഭരതനും രാമനും ലക്ഷ്മണനും ഒക്കെ മടങ്ങി വരുമ്പോൾ ആ താൻ ഭരിച്ചിരുന്ന സിംഹാസനം യാതൊരു മടിയുമില്ലാതെ ശത്രുഘ്നൻ രാമന് വിട്ടുകൊടുക്കുന്നുണ്ട്. അത് വലിയ രൂപത്തിൽ ആരും പറയുന്നില്ല. മറ്റൊന്ന്, ഈ ഭരതൻ നന്ദിഗ്രാമം ഭരിച്ചു, അങ്ങനെ പ്രയാസപ്പെട്ടു എന്ന് പറയുന്ന സന്ദർഭത്തിൽ ഇവിടെ ശത്രുഘ്നൻ ഭരിക്കുകയായിരുന്നു എന്നുള്ളത് ആരൊക്കെയോ മറന്നു പോകുന്നു, പ്രത്യേകിച്ച് രാമൻ. അതുകൊണ്ടാണ് ഈ ശത്രുഘ്നോട് പറയുന്നത്, ഈ ലവണാസുരനെ വധിക്കുവാൻ വേണ്ടി പോകേണ്ടത് നീയാണ്, കാരണം നീ കഷ്ടപ്പെട്ടിട്ടില്ല. നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ്, അനുജനോടുള്ള സ്നേഹം കൂടെ ഉണ്ട് കേട്ടോ. സ്നേഹത്തിൻ്റെ പ്രതിഫലമായിട്ട് മധുര എന്ന് പറയുന്ന രാജ്യത്തിലെ രാജാവായിട്ട് ശത്രുഘ്നെ വാഴിക്കുന്നുണ്ട്. അത് അയോധ്യയിൽ 14 വർഷം ഭരിച്ചതിൻ്റെ ഒരു പ്രത്യുപകാരമാണ്. അപ്പോൾ ആ മധുരയുടെ ചക്രവർത്തിയായിട്ട് നീ ലവണാസുരനെ പോയി വധിച്ചാൽ മതി എന്നാണ് രാമൻ പറയുന്നത്. അപ്പോൾ ആ സന്ദർഭത്തിൽ ശത്രുഘ്നൻ്റെ മഹോന്നതിയും ആദരവും വെളിവാക്കുന്ന ഒരു കാര്യം ശത്രുഘ്നൻ പറയുന്നുണ്ട്. എൻ്റെ മൂത്ത ജ്യേഷ്ഠന്മാരായ ഭരതനും ലക്ഷ്മണനും ഇരിക്കുമ്പോൾ എന്നെ മധുരയുടെ രാജാവായിട്ട് വാഴിക്കുന്നത് നീതികേടാണ്, നീതി ധർമ്മം എന്നെ രാജാവാകാൻ അനുവദിക്കുന്നില്ല എന്ന് പറയുന്നു. അപ്പോഴത്തേക്ക് ഈ ശത്രുഘ്നൻ ഇങ്ങനെ പറയുമ്പോൾ രാമൻ പറയുന്നു, 2 പേരോടും ഞാൻ പറഞ്ഞാൽ കേൾക്കും. നീ എൻ്റെ ഏറ്റവും ഇളയ കുഞ്ഞനുജനാണ്, നിന്നോടും ഞാൻ പറഞ്ഞാൽ കേൾക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് നിന്നെ ഞാൻ രാജാവാക്കി അങ്ങോട്ട് അയക്കുന്നത്. മാത്രമല്ല, എനിക്കിവിടെ ഭരിക്കുവാൻ 2 കരുത്തരായ കരങ്ങൾ വേണം, അത് ലക്ഷ്മണനും ഭരതനുമാണ്. അതുകൊണ്ട് അവർ ഇവിടെ നിൽക്കട്ടെ എന്നാണ് പറയുന്നത്. അങ്ങനെ തൻ്റെ സിംഹാസനത്തിലിരുത്തി മധുരയുടെ യമുനാ നദിയും ആ പ്രദേശം ഉൾക്കൊള്ളുന്ന മധുരയുടെ രാജാവായിട്ട് വാഴിച്ചിട്ടാണ് ഈ ശത്രുഘ്നെ ഈ മധുരയിലേക്ക് പറഞ്ഞു വിടുന്നത്. ഈ യമുനാ നദിയുടെ തീരത്താണ് ചവനമഹർഷിയും മറ്റും വസിക്കുന്നതും. അവിടെയാണ് ലവണാസുരൻ ഇവരെയൊക്കെ ശല്യപ്പെടുത്തുന്നത്. പോകുന്ന വഴിക്ക് 7 ദിവസം യാത്ര ചെയ്താലേ അയോധ്യയിൽ നിന്ന് മധുരയിലേക്ക് എത്താൻ പറ്റും. 7 ദിവസവും യാത്ര ചെയ്യുന്ന കാലടികളാൽ യാത്ര ചെയ്യുന്ന സമയമാണ്. അങ്ങനെ പോകുന്ന ദിവസം 1-ാം ദിവസം രാത്രി തങ്ങുന്നത് വിചിത്രമെന്ന് പറയട്ടെ, വളരെ വലിയ സംഭവവികാസങ്ങൾ നടക്കുന്ന വാൽമീകിയുടെ ആശ്രമത്തിലാണ്. ആ ആശ്രമത്തിൽ ശത്രുഘ്നൻ തങ്ങുന്ന ദിവസമാണ് സീത 2 ഇരട്ടക്കുട്ടികളെ പ്രസവിക്കുന്നത്. അവർക്ക് വാൽമീകി മഹർഷി മാതൃഭവനത്തിൽ വെച്ച് തന്നെ ലവകുശ മന്ത്രങ്ങൾ ചൊല്ലി അവർക്ക് ലവകുശന്മാർ എന്ന് പേരിടുകയും ആ കുട്ടികളെ ആദ്യമായിട്ട് കാണുകയും ചെയ്യുന്നത് ശത്രുഘ്നാണ്. പിറ്റേ ദിവസം രാവിലെ യാത്ര പറഞ്ഞ് മധുരയിലേക്ക് ജ്യേഷ്ഠൻ നിയോഗിച്ചിരിക്കുന്ന കർത്തവ്യം നിർവഹിക്കുവാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ അവിടെ പോയി യമുനാ നദിയുടെ അക്കരയിലാണ് ഈ ലവണാസുരൻ താമസിക്കുന്നത്. അക്കരെ എത്തി ഈ ശത്രുഘ്നെ കണ്ടപ്പോൾ തന്നെ ലവണാസുരൻ ചോദിച്ചു, എന്നോട് ഏറ്റുമുട്ടി മരിക്കാൻ വന്നിരിക്കുന്ന അല്ലയോ ഇളകുമാര, നിനക്ക് വേണമെങ്കിൽ തിരിച്ചു പോകാം എന്നാണ് പറയുന്നത്. അപ്പം രാമൻ കൊടുത്ത ഒരു അസ്ത്രമുണ്ട്, ഒരു അമ്പുണ്ട്. ഒന്നും പറയാതെ ഒന്നും മിണ്ടാതെ ധ്യാനിച്ച് ഈ ലവണാസുരൻ്റെ ഹൃദയം നോക്കി ഈ ശത്രുഘ്നൻ അമ്പെയ്യുകയാണ്. അങ്ങനെ അമ്പെയ്ത് അവിടെ അവനെ വീഴ്ത്തി. ആ വീഴ്ത്തുന്ന സന്ദർഭത്തിൽ അവിടെ കിടന്നുകൊണ്ട് ലവണാസുരൻ മോക്ഷത്തിലേക്ക് പോകുന്ന തലത്തിലാണ് കഥ നിൽക്കുന്നത്. ചില കഥകളിൽ പറയുന്നുണ്ട് അവൻ ഗന്ധർവനായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും അതിൻ്റെ കൂടുതൽ വശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ശത്രുഘ്നെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ശത്രുഘ്നൻ അതിനുശേഷം അവിടെ ഒരു മനോഹരമായ കൊട്ടാരവും ആ ഒരു നഗരവും സൃഷ്ടിച്ചു, മധുരാ നഗരം. അങ്ങനെ മധുരാ നഗരം സൃഷ്ടിച്ചതിന് ശേഷം 12 വർഷം അവിടെ കഴിഞ്ഞു. ആ 12 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് തൻ്റെ ജ്യേഷ്ഠനിൽ നിന്നും മറ്റും താൻ വളരെയധികം അകന്നു പോകുന്നു എന്ന വേദന വരികയും രാമൻ്റെ അരികിലേക്ക് തിരികെ പോരുകയാണ്. അങ്ങനെ തിരികെ പോരുന്ന സന്ദർഭത്തിൽ തൻ്റെ മക്കളായിട്ടുള്ള, അതായത് ശ്രുതകീർത്തിയിൽ തനിക്കുണ്ടായിട്ടുള്ള 2 മക്കളെ ഭരണം താൽക്കാലികമായി ഏൽപ്പിച്ചിട്ടാണ് തൻ്റെ ജ്യേഷ്ഠനെ കാണുവാനായിട്ട് പോരുന്നത്. ആ സന്ദർഭത്തിലാണ് അശ്വമേധയാഗം നടക്കുന്നത്. ആ അശ്വമേധയാഗം നടക്കുന്ന സന്ദർഭത്തിൽ അശ്വമേധയാഗത്തിൻ്റെ അശ്വം നയിക്കുന്നത് ഈ ശത്രുഘ്നാണ്. ആ അശ്വമേധയാഗത്തെ ലവകുശന്മാർ പിടിച്ചു കെട്ടുകയും അവരുമായിട്ട്
ഈ ശത്രുഘ്നൻ യുദ്ധം ചെയ്യുകയും ആ യുദ്ധത്തിൻ്റെ അവസാനം ശത്രുഘ്നൻ പരാജയപ്പെടുകയും ചെയ്യുന്നു. ആ സന്ദർഭത്തിൽ വാൽമീകി മഹർഷി ഇടപെട്ടാണ് ആ പ്രശ്നം പരിഹരിക്കുന്നത്. അതോടൊപ്പം ഈ ജ്യേഷ്ഠൻ്റെ അശ്വമേധയാഗം വിജയിപ്പിക്കുവാൻ വേണ്ടി ഇടപെടുന്നതോടൊപ്പം ഈ ലവകുശന്മാരുടെ ജീവിത കഥയെക്കുറിച്ച് അറിയുകയും ഇങ്ങനെ 2 കുമാരന്മാരുണ്ടെന്നും അത് രാമൻ്റെ മക്കളാണ് എന്നുള്ള കാര്യം അറിയുന്നില്ല. ആ സന്ദർഭത്തിൽ ശത്രുഘ്നൻ പറയുന്നില്ല. പോകുമ്പോൾ അറിയുന്നുണ്ടെങ്കിലും തിരികെ വരുമ്പോൾ ആശ്രമത്തിൽ കയറുന്നുണ്ടെങ്കിലും ഇവരുടെ പാട്ട് കേൾക്കുന്നുണ്ടെങ്കിലും ഈ പാട്ട് പാടുന്നത് ആരാണെന്ന് കാണാൻ നിൽക്കാതെ വേഗത്തിൽ ജ്യേഷ്ഠനെ കാണാൻ പോരുകയാണ്. പിന്നെയും രാമൻ്റെ നിർബന്ധപ്രകാരം മധുരയിലേക്ക് പോവുകയും ആ മധുരയിൽ കുറേ നാൾ ഭരിക്കുകയും ചെയ്തു ശത്രുഘ്നൻ. പിന്നെയും തിരികെ ജ്യേഷ്ഠൻ്റെ അരികിലേക്ക് വരികയാണ് ചെയ്യുന്നത്. പിന്നീട് മധുര നഗരം മുഴുവൻ കാലവും ഭരിച്ചത് ഈ ശത്രുഘ്നൻ്റെ മക്കളായിരുന്നു. അതിനുശേഷം അവരുടെ കാലശേഷം, അതായത് ആ സൂര്യവംശം അന്യം നിന്ന് പോവുകയാണ്. ആ സൂര്യവംശം അന്യം നിന്ന് പോയതിന് ശേഷമാണ് മധുര നഗരം യാദവർ ഏറ്റുവാങ്ങുന്നത്. പുരാണത്തിലെ, അതായത് രാമൻ കഴിഞ്ഞുള്ള അവതാരമായ പരശുരാമ, ശ്രീരാമ, ബലരാമ, ശ്രീകൃഷ്ണൻ ഈ അവതാരങ്ങളിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് ആ സൂര്യവംശത്തിൻ്റെ കുലം അന്യം നിൽക്കുകയും യാദവ വംശം മധുര ഏറ്റെടുക്കുകയും പിന്നീട് മധുര ശ്രീകൃഷ്ണൻ്റെ പ്രധാനപ്പെട്ട നഗരമായിട്ട് മാറുകയും ചെയ്യുന്നത് പിന്നീടാണ്. അപ്പോൾ പുരാണത്തിൽ സ്വാർത്ഥതയോടുകൂടി പ്രവർത്തിക്കാതെ സഹോദര സ്നേഹത്തിന് വേണ്ടിയും ആദരവോടുകൂടിയും പ്രവർത്തിക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ഈ ശത്രുഘ്നെ കാണാൻ കഴിയുന്നത്. തനിക്ക് പേരും പ്രശസ്തിയും ലഭിക്കുവാൻ ഒരിക്കലും ആഗ്രഹിക്കാതെ ഇരുന്ന കഥ, നന്മയുടെയും കുലീനത്വത്തിൻ്റെയും നിറകുടമായ കഥാപാത്രം. അതുകൊണ്ട് തന്നെ ശത്രുഘ്നെ കുറിച്ച് കൂടുതൽ ചർച്ചകൾ നടക്കേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്, കൂടുതൽ വായിക്കേണ്ടതുണ്ട്. വീണ്ടും കാണാം. കൂടുതൽ കഥകളുമായി ഇനിയും വരുമെന്നുള്ള പ്രതീക്ഷ നിങ്ങൾക്ക് നൽകിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.